الله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേകിയ സകല അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചുകൊണ്ട് അവൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ ലോകമായ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ജീവിതത്തിൽ വരുത്തി ഇസ്ലാം എന്ന മതത്തിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വ്യക്തികളിൽ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്നൊരു പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ചരിത്രം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ദരിദ്രരായ സ്വഹാബികളിൽ ഒരാളാണ് ആ മനുഷ്യൻ. പക്ഷേ ഇന്നും നമ്മൾ പ്രവാചകന്റെ സുന്നത്തുകൾ പഠിക്കണമെങ്കിൽ 5300ഓളം ഹദീസുകൾ രേഖപ്പെടുത്തിയ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട്, നബിയെ, എനിക്ക് ഭയങ്കര മറവിയാണ്, പഠിക്കുന്നതൊന്നും തലയിൽ സൂക്ഷിക്കാൻ ഒരു പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മാന്യനായ സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് ആ പ്രയാസം അനുഭവിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയത് കാണാം. ഇബാദത്തുകൾ കൊണ്ട് ഭക്തി ഉണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങളിൽ സജ്ജമായി കൊണ്ട് ഇബാദത്തെടുക്കുന്ന, ജിഹാദ് ചെയ്യുന്ന സ്വഹാബിയിൽ നിന്ന് 800-ലധികം ആളുകളാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വയം പഠിച്ചു, ബാക്കിയുള്ളവർക്കത് പകർന്നു കൊടുത്തു. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുകയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ട സ്വഹാബിയാണ് പറയുന്നത്. അതാകും റമളാനു ശഹ്റും മുബാറകുൻ, നിങ്ങളിലേക്ക് ഇതാ റമളാനാകുന്ന അനുഗ്രഹീതമായ മാസം വന്നെത്തിയിരിക്കുന്നു. നമ്മൾ എപ്പോഴാ സംസാരിക്കുന്നത്? ഒരാഴ്ച പോലും സമയമല്ല. വളരെ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കേണ്ട ദിനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങാത്തവർ ഒരുങ്ങാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ എല്ലാം കൊണ്ടും ഒരുങ്ങേണ്ട ഒരു സമയത്താണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, ഞാൻ ഈ റമളാൻ വരുമ്പോൾ, വസന്തമായ പുണ്യങ്ങളുടെ ഒരു പൂക്കാലം വരുമ്പോൾ ഞാൻ എന്ത് ഫലങ്ങളാണ് അതിൽ നിന്ന് നേടിയത്, എനിക്ക് എന്തൊക്കെ ചെയ്യണം, ഒരു നല്ല പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നബി തങ്ങൾ ആ മാസത്തെ കുറിച്ച് പറഞ്ഞത് ശഹ്റും മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാണ്, ബറക്കത്താക്കപ്പെട്ട മാസമാണ്. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമാ, ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട നോമ്പ് നിർബന്ധമാക്കിയത് ഈ മാസത്തിലാണ്. ഇത് വലിയ പ്രത്യേകതയാണ്. ഒരു ഇബാദത്തിനെ ഒരു മാസത്തിൽ നിർബന്ധമാക്കണമെങ്കിൽ ആ മാസത്തിന് സവിശേഷതയുണ്ട്. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഒരു മാസമാണ്. സ്വർഗത്തിലേക്ക് പരമാവധി ആളുകളെ കടത്തിവിടാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ്. അതിന്റെ മറുപുറമാണ് വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. നരകത്തിന്റെ സാധ്യതകൾ കുറക്കുകയാണ്. വതുഗല്ലു ഫീഹി മറദതുശ് ശയാത്തീൻ, ധാരാളം പിശാചുക്കൾ മനുഷ്യനെ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കും. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എന്തൊരു നല്ല കാര്യത്തിന് വരുമ്പോഴും നമ്മുടെ പിന്നിൽ ശയാത്തീനുകൾ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ജുമാക്ക് നേരത്തെ എത്തണമെന്ന് എന്നും രാവിലെ നിയ്യത്തുണ്ടാകും, പക്ഷെ എപ്പോൾ എത്തുമ്പോഴും വൈകിട്ടാണ് എത്തുക. ഓരോ ജമാഅത്തിനും എത്തണമെന്ന് നല്ല നിയ്യത്തുണ്ടാകും, പക്ഷെ എത്തുന്നത് മുഴുവൻ ജമാഅത്ത് കഴിഞ്ഞായി മാറും.
പിശാചുക്കൾ ഒരു മനുഷ്യനെ വേട്ടയാടുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാ നല്ല ഒരു ചാൻസ് ആണ്. പിശാചുക്കളെ പരമാവധി ബന്ധനസ്ഥനാക്കപ്പെടുന്ന ഒരു മാസാണ്. നന്നാകണമെന്ന് വിചാരിക്കുന്നവർക്ക് ലില്ലാഹി ഫീഹി ലൈലത്തുൻ, ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹ്റിൻ, 1000 മാസത്തേക്കാൾ ദൈർഘ്യമേറിയ പുണ്യമേറിയ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഈ റമദാനിലാണ്. എന്നിട്ട് നബി തങ്ങൾ ആ ഹദീസിന്റെ ലാസ്റ്റ് വരി, അതാണ് നമ്മളെ ഇരുത്തി ചിന്തിക്കണം. ഇന്നത്തെ ഖുതുബയിൽ ചിന്തിക്കേണ്ട ആ വാക്കാണ്, മൻ ഹുരിമ ഖൈറഹാ. ഇത്രയും പോരിശയാക്കപ്പെട്ട ഈ മാസത്തിന്റെ നന്മ ഒരാൾക്ക് തടയപ്പെട്ടാൽ, കിട്ടാതെ പോയാൽ, ഫഖദ് ഹുരിമ, അവന് എല്ലാ നന്മയും തടയപ്പെട്ടു. അവന്റെ കഥ കഴിഞ്ഞു എന്നാണ്. അവന്റെ ലൈഫിൽ പിന്നെ നേട്ടങ്ങളില്ല എന്നാണ്. ഈ റമദാനിന്റെ നേട്ടങ്ങൾ, ഖൈറുകൾ ആർക്കെങ്കിലും നഷ്ടമായി പോയാൽ, അശ്രദ്ധമായി പോയാൽ, വെറുതെ പോയാൽ അവന്റെ എല്ലാ ഖൈറും അതോടെ തടയപ്പെടുകയാണ്. നഷ്ടമാകരുത്. ഈ മാസത്തിലെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാനസികമായി അതിനൊന്ന് ഒരുങ്ങണം. നല്ലത് ചെയ്യാനുള്ള മാനസികമായ സന്നദ്ധതയുണ്ടാവണം. മനസ്സിൽ ഒരു വെറുപ്പ് റമദാനിനോട് ഉണ്ടാകരുത്. നോമ്പിനോട് ഒരു അലോസരം നമുക്കുണ്ടാവരുത്. മനസ്സുകൊണ്ടൊരു സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാൻ, ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ റമദാനിനെ സ്വീകരിക്കാനുള്ള മനസ്സിന്റെ ഒരുക്കമുണ്ടാവണം. ശാരീരികമായ ഒരുക്കങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ശരീരത്തിന് പ്രയാസപ്പെടുത്തുന്ന, അടുത്ത റമദാനിനെ നമുക്ക് ശല്യമായി മാറുന്ന ശാരീരിക പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. കുടുംബപരമായ ഒരുക്കങ്ങൾ ഉണ്ടാവണം. വീട്ടുകാർ, കുടുംബങ്ങൾ ഈ നന്മയിലേക്ക് വരാനുള്ള ഒരു സജ്ജീകരണങ്ങൾ, മറ്റു തിരക്കുകളെല്ലാം ഒഴിവാകുന്ന ഒരുക്കങ്ങൾ ചെയ്യണം. നമ്മുടെ കച്ചവടത്തിൽ, ജോലിയിൽ ചില ഭേദഗതികൾ ഉണ്ടാക്കണം. ചില സ്റ്റാഫുകൾ അധികം വെക്കേണ്ടി വരും. നമ്മൾ ഷെഡ്യൂളുകൾ ഒന്ന് മാറ്റേണ്ടി വരും. കച്ചവടത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങനെ ചില ഒരുക്കങ്ങൾ നടത്തിയെങ്കിലാണ് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. എന്താ ഇത്ര പ്രത്യേകത പറയാൻ? വിശുദ്ധ ഖുർആനിൽ 12 മാസമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഒരു മാസത്തിന്റെ പേരാണ് പഠിപ്പിച്ചത്, ഷഹ്റു റമദാൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അത് ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണ് അത്. അവിടെ ഹാജറുള്ളവൻ, ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും, അവിടെ ആ ദൃക്സാക്ഷികളായി, അവിടെ സാക്ഷികളായി മാറുന്ന ജീവനുള്ളവരൊക്കെ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവർ നോമ്പെടുക്കട്ടെ. റമദാനിന്റെ ഒരുക്കത്തിൽ പ്രധാനമായ മുന്നൊരുക്കമാണ് നോമ്പെടുത്തുകൊണ്ടുള്ള ഒരുക്കം, നോമ്പ് എടുക്കാനുള്ള ഒരുക്കം. ആ നിലക്കുള്ള ഒരു ക്രമീകരണം അവന്റെ ജീവിതത്തിൽ വരുത്തണം എന്ന് മാത്രല്ല, റമദാനു ഇലാ റമദാനി മുകഫിറാത്തുൻ ലിമാ ബൈനഹുൻ. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു, എത്ര പെട്ടെന്നാ കഴിഞ്ഞത്. ഇപ്പൊ റമദാൻ വന്നപ്പോ നമ്മൾ പറയണു, എത്ര പെട്ടെന്നാ വന്നത്. കഴിഞ്ഞു പോകാണ് ജീവിതം. ആയുസ് ഇങ്ങനെ നിമിഷങ്ങൾ കൊണ്ട്, മാസങ്ങളൊക്കെ ആഴ്ചകൾ പോണ പോലെ കടന്നു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാണ്, റമദാൻ മാസം കിട്ടിയാൽ, അടുത്ത ഒരു റമദാനും കൂടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ കിട്ടിയാൽ അതിൻ്റെ ഇടയിലുള്ള പാപം പൊറുക്കപ്പെടുകയാണ്. മൻസാമ റമദാന ഈമാനം വഹ്തിസാബൻ. ആരെങ്കിലും പുണ്യം പ്രതീക്ഷിച്ച്, പ്രതിഫലം പ്രതീക്ഷിച്ച് ഈമാനോടെ സൽക്കർമ്മമായ നോമ്പ് അനുഷ്ഠിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ ഈ കാലം വരെ ചെയ്തു പോയ ഒരു കൊല്ലത്തെയല്ല മിന്ദം ബിഹി, കഴിഞ്ഞു പോയതെല്ലാ ദോഷങ്ങൾ. പ്രത്യേകിച്ച് ഉലമാക്കന്മാര് പറഞ്ഞത് ചെറുപാപങ്ങൾ. മഹാപാപങ്ങൾക്ക് അതിൻ്റെതായ തൗബയും ഗഫാറത്തൊക്കെ വേറെ ചെയ്യണം. എന്നാൽ ജീവിതത്തിൽ സംഭവിച്ച വൻദോഷങ്ങളല്ലാത്ത ചെറുപാപങ്ങളൊക്കെ സംഭവിച്ചാൽ, എത്ര കൊല്ലത്തേതാണെങ്കിലും, എത്ര പഴക്കമുള്ള പാപങ്ങളാണെങ്കിലും, ഈ റമദാനിന്റെ നോമ്പിനെ നന്നായി ക്രമീകരിച്ചാൽ, ഈമാനോടെ ഇഹ്തിസാബോടെ അത് ചെയ്തെടുത്താൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. കൂടെ നമ്മുടെ മനസ്സ് ചിന്തിക്കേണ്ട ഒന്നാണ്, കഴിഞ്ഞ ഈ റമദാനിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേര് നമ്മുടെ വീട്ടിലിപ്പുണ്ട്?
നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട് നമ്മോടൊപ്പം ജുമാ പങ്കെടുത്ത, നമ്മോടൊപ്പം ഇഫ്താറിൽ പങ്കെടുത്ത എത്ര പേർ? നമ്മുടെ ഈ പള്ളി മാത്രം വെച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതോടൊപ്പം ആലോചിക്കേണ്ട ഒന്നാണ്, പടച്ച റബ്ബേ, എനിക്ക് ഈ റമദാൻ കഴിഞ്ഞാൽ വേറെ ഒരു റമദാൻ കിട്ടുമെന്ന് ആർക്കാ അവിടെ ഗ്യാരണ്ടി? ഏത് പ്രായക്കാരൻക്കാ വാദിക്കാൻ പറ്റുക? എത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാ പെട്ടെന്ന് തളർന്നു വീഴുന്നത്. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒരൊറ്റ ആക്സിഡന്റ് കൊണ്ട് ജീവിതം തകിടം മറിക്കപ്പെട്ട എത്ര കുടുംബങ്ങളുണ്ട്. കുടുംബത്തിൽപ്പെട്ട ഒരാളൊന്ന് ഒരു വശത്ത് കിടപ്പിലായാൽ ആ കുടുംബത്തിനകത്ത് അനുഭവിക്കുന്ന നീറുന്ന പുകയുന്ന പ്രതിസന്ധികൾ എത്രയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു റമദാൻ വരുമ്പോൾ നമ്മൾ ഉണ്ടാകുമെന്നോ ആരോഗ്യത്തോടെ ആകുമെന്നോ പരിക്കില്ലാതെ ആകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയൂല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരാൾക്കും അറിയൂല. വമാ തദ്രി നഫ്സും ബിഅയി അർളിൻ തമൂത്. എവിടെ വെച്ചായിരിക്കും നിങ്ങൾ മരിക്കുക എന്നും പറയാൻ കഴിയൂല. അതറിയാത്തത് കൊണ്ട് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഓരോ റമദാനും നമ്മളെ ചിന്തിക്കണം, അടുത്ത ഒന്നിൽ നമ്മൾ ഉണ്ടാകുമോ, അവസാനത്തെ റമദാനാകുമോ എന്ന പ്രതീക്ഷ, അവസാനത്തതാകുമോ എന്ന ചിന്ത നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, ആ റമദാൻ വരുമ്പോ നമ്മൾ എന്തെല്ലാം ചെയ്യണം? നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി പാലിക്കണം. എല്ലാവരും നോമ്പിന്റെ മഹത്വം പറയും, നിസ്കാരത്തെ പറ്റി ആരും പറയണില്ല. റമദാനിൽ നമ്മൾ ശരിപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഫർദ് നമസ്കാരങ്ങൾ. ആലോചിക്കുക, എത്ര പേരുണ്ട് ഏത് റമദാനിൽ വരെ ജമാഅത്ത് നമസ്കാരത്തിന് മാക്സിമം 2 സഫ് 3 സഫ്. ബാക്കിയുള്ള 80% ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വന്ന് നിസ്കരിച്ചു പോവാണ്. റമദാൻ കൊണ്ട് നന്നാവാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾ ശരിപ്പെടുത്തണം. കടകളിൽ ഷോപ്പുകളിലെ മുതലാളിമാർ, നിങ്ങളുടെ അമാനത്താണ് നിങ്ങളുടെ സ്റ്റാഫുകൾ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നത്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടെയാണ്. നിങ്ങളൊരു മുതലാളിയാണോ? നിങ്ങൾ സമ്പൂർണനായ ഉത്തരവാദിയാണ് ഓരോ ജമാഅത്തിൻ്റെയും കാര്യത്തിൽ. സ്വഹാബത്തിന്റെ ഇടയിൽ കണ്ണ് കാണാത്ത സ്വഹാബിയോട്, കൈപിടിച്ചു കൊണ്ടുവരാൻ മക്കളില്ലാത്ത സ്വഹാബിയോട്, കൂരിരുട്ടിൽ പാമ്പു കടിയേൽക്കാൻ തേള് കടിയേൽക്കാൻ സാധ്യതയുള്ള സ്വഹാബിയോട് ബാങ്ക് കേൾക്കാറുണ്ടോ പള്ളിയിലെത്തണം എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവെക്കണം. അപ്പൊ വരും. നമ്മൾ ഇപ്പൊ നടക്കുന്നത് നിസ്കരിച്ചു എന്ന് തീർക്കാനൊരു നിസ്കാരമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് സ്വലാത്തുൽ ജമാഅത്തി. അതുകൊണ്ടാ ചില ഹദീസിൽ കാണാം, ജമാഅത്ത് നിസ്കാരത്തിന് വരാത്തവരുടെ വീടുകൾ കത്തിച്ച് കളഞ്ഞാലോ എന്ന് ഞാൻ കരുതിപ്പോയി. പിന്നെ അവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിക്കുന്നു. അത്ര ഗൗരവമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് റമദാനിൽ നമ്മൾ ശീലമാക്കേണ്ടത് നോമ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാ നോമ്പുകാരൻ ഫർളായ നമസ്കാരം ചിട്ടയായി പാലിച്ച് നേരത്തെ വന്ന് സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചാൻസ് ആണ്. അതൊക്കെ എടുത്ത് ഫർള് നിസ്കാരത്തിൽ 1-ാമത്തെ സഫ് പങ്കിട്ട് നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളൊക്കെ ചൊല്ലി അവിടുന്ന് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മാനസികമായ നമസ്കാരത്തിന്റെ എല്ലാ പൂർണ്ണതയും കിട്ടാൻ ശ്രമിക്കലാണ്. തറാവീഹും മറ്റുമുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ, ളുഹാ നമസ്കാരങ്ങൾ, ഉളൂഇന്റെ നമസ്കാരങ്ങൾ, ഇതൊക്കെ ശീലിക്കാൻ പറ്റുന്ന ചാൻസ് ആണ് ഇത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിലേക്ക് അവൻ കയറി വരേണ്ടതുണ്ട്. ഹിഫ്ളാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. സ്വതക്കകൾ കൊണ്ട് അലങ്കരിക്കാൻ ഇപ്പോഴേ കുറച്ച് സംഖ്യ അങ്ങ് മാറ്റിവെക്കണം. ആരും ചോദിച്ചു വന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടാവണം. ഇത്ര രൂപ ഇന്ന ഏരിയകളിൽ കൊടുക്കണം, ഇന്ന ആളുകളെ പരിഗണിക്കണം. വളരെ സുതാര്യമായി, സ്വകാര്യമായി, രഹസ്യമായി നമുക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന മേഖലകളിൽ സ്വതക്കകൾ കൊണ്ടുപോകണം. സകാത്ത് കൊടുക്കാത്ത, കണക്കാക്കാത്ത, പരിശോധിക്കാത്ത ജീവിതത്തിന്റെ ഇടക്ക് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും സകാത്ത് പരിശോധിക്കാത്ത ആരെങ്കിലും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവകാശിയാണോ, കൊടുക്കാനുള്ളവനാണോ, വാങ്ങാനുള്ളവനാണോ എന്ന് പരിശോധിക്കണം. കൊടുക്കാനുള്ളവനാണോ, അയാളുടെ സമ്പത്ത് നിഷിദ്ധമാണ് കൊടുക്കാത്തിടത്തോളം കാലം. അത് അയാളുടെ ജീവിതത്തെ, പരലോകത്തെ ബാധിക്കുന്ന ശക്തമായ സാധനമാണ്. കൊടുക്കാത്ത സകാത്തിന്റെ മുതല് അത് അയാളുടെ ഹറാമായ സമ്പത്തില്.
അവിടെയാണ് സക്കാത്ത് പഠിക്കണം, അതിന് തിരുത്തലുകൾ വേണം. ഉംറ ചെയ്യാൻ കഴിയാവുന്ന അവസരമുള്ളവർ ഒരു 3 ദിവസത്തിനോ 4 ദിവസത്തിനോ നബിതങ്ങൾ പഠിപ്പിച്ചല്ലോ, റമദാനിൽ ഒരു ഉംറ ചെയ്താൽ തഅദിലു ഹജ്ജതൻ മഇ, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമാണ്. പൈസ ഉണ്ട്. അതൊക്കെ പുതിയ പുതിയ ബിസിനസ്സുകളിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ പുതിയ അതുകൊണ്ട് എന്ത് ഷെയർ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചു. അല്ലെങ്കിൽ സ്വർണ്ണത്തിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പുതിയത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ അവനവൻ്റെ ബാഗിലേക്ക്, പരലോകത്തേക്കുള്ള ഖബറിലേക്കുള്ള ബാഗിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാൻ ആലോചിക്കണം. ബിസിനസ്സും സാമ്രാജ്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാം. അന്നും നമ്മുടെ കയ്യിൽ സാധു വേണം. നമ്മുടെ കയ്യിൽ ഉംറ ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അതാലോചിക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, തിന്മകൾ വിരോധിക്കുക, ഇൽമു സ്വീകരിക്കുക. അതേപോലെ തന്നെ ചിലരെങ്കിലും വിചാരിച്ചു വച്ചിരിക്കുന്നത് പള്ളിയും ഇബാദത്തൊക്കെ മാത്രം മതി റമദാനിൽ. അല്ല, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലും വമ്പിച്ച പ്രതിഫലമാണ്. ജിഹാദിനേറെ പ്രതിഫലം പറഞ്ഞ കാര്യമാണ്. അതും റമദാനിൽ നമ്മൾ മുടങ്ങാതെ ചെയ്യണം. സിലത്തുർ റഹ്മി, കുടുംബ ബന്ധം ചേർക്കുക എന്നത് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. അതിന് സമയം കണ്ടെത്തണം. ഏതെങ്കിലും പിണങ്ങി നിൽക്കുന്ന ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നോമ്പ് തുടങ്ങുന്നതിന്റെ മുമ്പ് പോയി ശരിയാക്കി സലാം പറഞ്ഞ് കൈ കൊടുത്ത് തീർത്തോ. ഇബാദത്ത് പടച്ചോ സ്വീകരിക്കണമെങ്കിൽ പിണക്കമില്ലാത്ത മനുഷ്യനായി മാറണം. ആകാശലോകത്തേക്ക് കർമ്മങ്ങൾ ഉയരണമെന്ന് വിചാരിക്കുന്നുണ്ടോ? എല്ലാ തെറ്റുകുറ്റങ്ങളും പരസ്പരം പൊരുത്തപ്പെടിച്ച് ആളുകളോട് പിണക്കം മാറാതെ അമലുകൾ മേലേക്ക് പൊങ്ങൂലാന്ന് പഠിച്ചു വെച്ചോ. അള്ളാഹുവിന്റെ ദീനെ വളരെ ലളിതമായി എളുപ്പമായി മനുഷ്യന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. ആ നോമ്പുകാരനും റമദാനും ഒക്കെ മുന്നോട്ട് വരുമ്പോ അമ്പിയാക്കന്മാരുടെ ചരിത്രം കാണാം. സലാസും മിൻ അഖ്ലാഖിൽ മുർസലീൻ, 3 കാര്യങ്ങൾ അമ്പിയാക്കന്മാരുടെ ചര്യയാണ്. 3 കാര്യങ്ങൾ അമ്പിയാക്കന്മാരുടെ മഹത്തായ സ്വഭാവമാണ്. 1 തഅജീലുൽ ഇഫ്താർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്നത്. സമയമായാൽ നോമ്പ് തുറക്കുക നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത്താഴം പിന്തിപ്പിക്കുക എന്നത്. ബാങ്കിന്റെ 1 മിനിറ്റ് മുമ്പ് തന്നെ നോക്കി അലാറം വെക്കണ്ട, കുറച്ചൊന്ന് ബാക്കിലേക്ക് മാറ്റിവെക്കുന്നത്. വസ്സിവാക്കി, നിരന്തരമായി പല്ല് തേക്കുക, വായ വൃത്തിയാക്കുക എന്നത് അമ്പിയാക്കന്മാരുടെ ചര്യയാണ്. നമുക്കും ആ ശീലങ്ങൾ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാര് പറയാണ്, ഞങ്ങൾ അത്താഴം കഴിച്ചിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളടക്കമുള്ളവരെ ബാധിക്കുന്നതാണ്. അത്താഴത്തിന്റെ ഒരു സമ്പ്രദായം അറിയാതെ പോയവരുണ്ട്. ഒരു ഇറുക്ക് വെള്ളമെങ്കിലും കുടിക്കാനാണ് ഹദീസ്. ഒരു ഇറുക്ക് വെള്ളം. എനിക്കതിന് മാത്രം മസിലും ആരോഗ്യമൊക്കെ ഉണ്ട്, ഞാൻ എന്തിനാപ്പോ അങ്ങനെ തോന്നരുത് നിനക്ക്. ഇതൊരു ബറക്കത്താക്കപ്പെട്ട സംഭവമാണ്. ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ ലേശം വെള്ളം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അത്താഴത്തിൽ നീ പങ്കാളിയാവുക. സ്വഹാബത്ത് പറയുന്നുണ്ട്, നബി അത്താഴം കഴിച്ചാൽ ബൈനല്ലദാനി വസ്സഹൂരി, അത്താഴത്തിന്റെയും ബാങ്കിന്റെയും ഇടയിൽ ഖദർ 50 ആയ 50 ആയത്തുകളുടെ ദൈർഘ്യമുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താ, അത്താഴത്തിന് എണീക്കുന്നു, നന്നായി ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും പോയി കിടക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ കളിച്ചിരിക്കുന്നു. ചില ആളുകൾ അത്താഴം കഴിച്ച് നല്ല സുന്നത്തൊക്കെ എടുത്തു, സുബ്ഹിന്റെ ഫർദ് അങ്ങോട്ട് ഒഴിവാക്കി. ആ സംഭവം വരാതിരിക്കാൻ അത്താഴത്തിന്റെ പൂർണ്ണമായ ആ സമയം നോക്കണം നിങ്ങൾ. മലായിക്കത്തുകൾ ഇറങ്ങുന്ന, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ബറക്കത്തുള്ള സമയമാണ്. നന്നായി ആ സമയം ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് അത്താഴത്തിൽ പങ്കാളിയാവുക. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, പള്ളിയിൽ വന്ന് ജമാഅത്ത് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയുള്ള സമയം നമ്മൾ ക്രമീകരിക്കുക. നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും നമ്മുടെ പ്രദേശങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരുപാട് പുണ്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ആ സമയത്ത് തിരക്കുണ്ടാക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് നമ്മൾ സൈലന്റ് ആവണം. ഓതോടുകൂടെ വന്ന് ഇരിക്കണം. എന്നിട്ട് പ്രാർത്ഥന ആരംഭിക്കണം. വീട്ടിലും പള്ളിയിലും എല്ലായിടത്തും ഉണ്ടാക്കേണ്ട ഒരു സിസ്റ്റമാണത്. കാരണം നോമ്പുകാരൻ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. പ്രാർത്ഥിക്കണം, അപ്പോഴേ ഉത്തരം കിട്ടുള്ളൂ. മനമറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വീട്ടിലും ആ ചര്യ നമ്മൾ പിൻപറ്റേണ്ടതാണ്. എങ്ങനെയാ സുന്നത്ത് നോമ്പ് തുറക്കാന്ന് പറഞ്ഞാൽ, ഹദീസിൽ പറഞ്ഞ വാക്ക്, നബിതങ്ങൾ അവിടുന്ന് നോമ്പ് തുറന്നിരുന്നത് അലാ റുതബാത്തിൻ, റുതബോണ്ടായിരുന്നു. ഈത്തപ്പഴം ഉണ്ടല്ലോ, അങ്ങനെ ചെറിയ പഴുപ്പോട് കൂടെ നിൽക്കുന്ന ഈത്തപ്പഴത്തിന് റുതബ് എന്ന് പറയും. ഇനി അത് കിട്ടിയില്ല എങ്കിൽ അലാ തമറാത്തിൻ, ഉണങ്ങിയ ഈത്തപ്പഴം കൊണ്ടായിരുന്നു.
അതും കിട്ടിയില്ല എങ്കിൽ വെള്ളം കൊണ്ടായിരുന്നു. ജ്യൂസൊക്കെ അപ്പുറത്തുണ്ടാവും, പക്ഷെ കുടിക്കേണ്ടത് തെളിഞ്ഞ വെള്ളമാണ്. ഈ 3 സുന്നത്തുകളാണ് നമ്മൾ പാലിക്കേണ്ടത്. നോമ്പ് തുറന്നു കഴിഞ്ഞാലും നമുക്ക് പ്രാർത്ഥനയുണ്ടാവണം. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അവസാനത്തെ മെയിൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ നോമ്പ് തുറ എന്ന ആ ഇത് കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ ഇനി എന്ന് പഠിക്കാനാ നമ്മള്? എല്ലായിടത്തും നോട്ടീസ് ഒട്ടിച്ച് നടക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് കാണാതെ പഠിക്കുക. അത് നോമ്പ് തുറന്നവൻ ചെയ്യേണ്ടുന്ന പ്രാർത്ഥനയാണ്. പറ്റുമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറങ്ങനെ പ്ലാൻ ചെയ്തു വെക്കും. ഇന്ന ഭക്ഷണം, ഇത്ര ഐറ്റം, ഇന്നതെന്നൊക്കെ പ്ലാൻ ചെയ്യും. അതുപോലെ ഒരാളെ കൂടെ നോമ്പ് തുറപ്പിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാം. ദിവസം വീട്ടിൽ നോമ്പുറ ആരാ? 2 ആളെ, ഒരു 3 ആള്. അത് നമ്മക്കറിയാം, നമ്മുടെ കപ്പാസിറ്റി നമ്മക്കറിയാം. നമ്മൾ എത്രയോ പൈസ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ നോമ്പ് തുറപ്പിക്കാൻ എവിടെ കഴിയും? ഞാൻ നോമ്പ് തുറക്കുമ്പോൾ ഒരാളപ്പുറത്ത് നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ നോമ്പിന്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് നമ്മൾ ചിന്തിക്കാൻ വലിയൊരു പന്തലിട്ട് ഗംഭീര പരിപാടി ഉണ്ടെങ്കിലേ ഇഫ്താർ ആകുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഒരാളെങ്കിലും. എന്തുകൊണ്ട് പ്രയാസമുള്ളത്? ഹദീസിൽ പറഞ്ഞ വാക്കാണല്ലോ, ഒരു മനുഷ്യന്റെ നോമ്പ് തുറയിൽ അയാളെ സഹായിച്ചാൽ നോമ്പ് നോറ്റവന്റെ അതേ പ്രതിഫലം കിട്ടുന്ന പറഞ്ഞു. സലഫുകളായ മുൻഗാമികൾ പഠിപ്പിക്കുകയാണ്, അവര് നോമ്പ് തുറപ്പിക്കാൻ സമയത്ത് 3 കാര്യങ്ങളാ ശ്രദ്ധിച്ചിരുന്നത്. 1, രഹസ്യമായി നോമ്പ് തുറപ്പിക്കും. ആരും അങ്ങനെ അല്ലാതെ അറിയൊന്നുമില്ല. നമുക്ക് 10 ആൾ അറിഞ്ഞില്ലെങ്കിൽ ഒരു സങ്കടല്ലേ? സ്വഹാബത്ത് ആരും അറിയാതെ അത്തരം വീടുകൾ കേന്ദ്രീകരിച്ചവർ ഇഫ്താറുകൾ ചെയ്തു കൊടുക്കുമായിരുന്നു. 2, അവർ മുൻഗണന നൽകുമായിരുന്നു. എന്നെക്കാൾ എനിക്ക് ഭക്ഷണം ഇല്ലെങ്കിലും അയാൾക്ക് കൊടുക്കുക, എനിക്ക് കിട്ടിയില്ലെങ്കിലും അയാൾക്ക് കൊടുക്കുക എന്ന മുൻഗണനയുണ്ടായിരുന്നു. 3, നല്ലവരായ സ്വാലിഹീങ്ങളായ നല്ലവരെ നോക്കിയിട്ട് നോമ്പ് തുറപ്പിച്ചിരുന്നു. നമ്മളെല്ലാവരും കൂടെ വിളിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല, അതിന് മോശമൊന്നുമല്ല. അവർ പരിഗണിക്കുകയാണ്. നല്ല ഇബാദത്ത് എടുക്കുന്ന നല്ല മനുഷ്യന്മാരെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വിളിക്കുക. അപ്പൊ അവർ ചെയ്യുന്ന ഇബാദത്തിന്റെ ഒക്കെ കൂലി കൈപ്പറ്റാൻ പറ്റുമെന്ന പ്രതീക്ഷയായിരുന്നു അവർക്ക്. സഹോദരങ്ങളെ, റമദാനിലെ പ്രധാനമായ തറാവീഹ് നമസ്കാരം നമ്മളൊന്ന് നന്നായി ഇരുന്ന് ആലോചിക്കുക. 1-ാമത്തെ നോമ്പിന് പള്ളി നിറച്ചാളാണ്. 2-ാമത്തെ നോമ്പിന് തറാവീഹിന് നിൽക്കാൻ സ്ഥലമില്ല. 3-ാമത്തെ ദിവസം നമ്മൾ പറയാൻ തുടങ്ങി ആ പള്ളിക്കില്ല, അവിടെ ഭയങ്കര തിരക്കാണ്, പാർക്കിംഗ് കിട്ടണില്ല. പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ എവിടേക്ക് ഇവരൊക്കെ പോണത്? പിന്നെന്തത് കെട്ടടങ്ങിയത്? ഒരാവേശത്തിൽ മൂത്ത് 2 ദിവസം കൊണ്ട് തീരുന്ന ആവേശമല്ല വേണ്ടത്, നിലനിന്ന് പോകേണ്ടുന്ന ഇബാദത്താണ് തറാവി. മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബ, പ്രതിഫലം പ്രതീക്ഷിച്ച് പുണ്യം പ്രതീക്ഷിച്ച് ഈമാനോടെ ഇഹ്തിസാബോടെ രാത്രി നമസ്കാരം റമദാനിൽ നിർവഹിച്ചാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. മറ്റൊരു ഹദീസിൽ കാണാം, അഫ്ളലുസ് സ്വലാ, നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ബഅദൽ ഫരീള, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ സ്വലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരമാണ്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് അവിടുത്തെ രാത്രി നമസ്കാരം. നമ്മൾ ഇഷായിന്റെ സമയത്ത് സമയം ചോദിക്കണം. ഇഷാ നിസ്കാരം എപ്പോഴാണ് ചോദിക്കേണ്ടത്? തറാവീഹിന് ഓടിക്കൂടരുത്, തറാവീഹിനല്ല എത്തേണ്ടത്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഏതാ? സ്വലാത്തുൽ ഇഷാ. ഫർളായ ജമാഅത്ത് കഴിഞ്ഞിട്ടേ സുന്നത്തിന് പ്രാധാന്യമുള്ളൂ. അവിടേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിൽ അധികം നമസ്കരിച്ചതായി കാണാൻ കഴിയുന്നില്ല. നബി തങ്ങളുടെ നിസ്കാരം മസ്ന രണ്ടായിട്ടാണ് നമസ്കരിച്ചിരുന്നത്. അവസാനം ഒറ്റയായി അവസാനിപ്പിക്കുക എന്ന വിത്റും നമ്മൾ പാലിക്കുക. ആ നിലയ്ക്ക് ഇസ്ലാം പഠിപ്പിച്ച സുപ്രധാനമായ ഇബാദത്തുകൾ നമ്മൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ കൂടെ നമ്മുടെ റമദാൻ നഷ്ടമാകാതിരിക്കാൻ ഒരു 5 കാര്യം മാത്രം സൂചിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ റമദാനിൽ സാധാരണ പറ്റുന്ന വീഴ്ചകളാണ് ഞാൻ പറയാൻ പോണത്. 1, മൊബൈൽ ഫോൺ. നല്ല ആഗ്രഹമുണ്ട്, കുത്തുബ കേട്ട് നല്ല ഈമാനൊക്കെ കയറി ആവേശം കയറി നിൽക്കുകയാണ്. പക്ഷെ ഇത് കഴിഞ്ഞിറങ്ങിയ പിന്നെ നമ്മുടെ കയ്യിൽ ഫോണാണ്. നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ സോഷ്യൽ മീഡിയയും സ്വയം നിയന്ത്രിക്കാതെ ഈ റമദാന്റെ പുണ്യം നമുക്ക് നേടാൻ കഴിയൂല. ആവശ്യമുള്ളപ്പോൾ തുറക്കുക, ആവശ്യമില്ലാത്ത സകല ഗ്രൂപ്പും ലെഫ്റ്റ് അടിക്കുക, ആവശ്യമില്ലാത്ത സകല ചർച്ചകളും ഒഴിവാക്കുക, ഒഴിവാക്കി ഇടാൻ പറ്റുന്ന മുഴുവൻ ആപ്പുകൾ ഏതൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഒഴിവാക്കിയിടുക. അത് പറ്റാത്തവർക്ക് റമദാൻ കിട്ടൂല, പുണ്യം കിട്ടൂല, കുറെ സമയം അവനതിൽ പോകും. 2, അനാവശ്യമായ അമിതമായ ഉറക്കം.
എവിടെങ്കിലും ഒന്ന് സ്ഥലം കിട്ടിയാൽ മതി. കടയിലാണെങ്കിൽ അവിടെ, പള്ളിയിലാണെങ്കിൽ അവിടെ. ഓരോ വക്ത് കഴിഞ്ഞാലും 2 മണിക്കൂർ ഉറക്കം മാത്രം ഷെഡ്യൂൾ ചെയ്ത് പോണ ആൾക്കാരുണ്ടെങ്കിൽ അവൻ കഥ കിട്ടുള്ളൂ. അത്യാവശ്യം ക്ഷീണം വരുമ്പോൾ കിടന്നുറങ്ങി കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. ഇത് മാത്രം ഒരു ചടങ്ങാക്കിയിട്ട് മാറ്റം നിയത്താക്കരുത്. മൂന്നാമത്തേത് ഭക്ഷണകാര്യത്തിലുള്ള നിയന്ത്രണമില്ലായ്മ. പാവം പകല് മുഴുവൻ പട്ടിണി കടന്നതിനുള്ള സകല ദേഷ്യം തീർക്കാൻ വേണ്ടി രാത്രി അങ്ങോട്ട് ഇറങ്ങുകയാണ്. അത് സിറ്റി മുതൽ അങ്ങോട്ട് അങ്ങാടികളും ഇവിടുന്ന് തികയാത്തതിന് വയനാടും വരെ പോയിട്ട് തിന്നാൻ ആളുകൾ ഇങ്ങനെ തിരക്കിട്ട് കാത്തിരിക്കുകയാണ്. റമദാൻ ഭക്ഷണം കൺട്രോൾ ചെയ്ത് ആവശ്യത്തിന് കഴിക്കാനും നിയന്ത്രിക്കാനുള്ളതാണ്. ഇത് നിയന്ത്രിക്കാത്തവർക്ക് രാവിലെ നേരത്തെ എണീക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിയില്ല, നമസ്കരിക്കാൻ കഴിയില്ല. ചില നോമ്പ് തുറകൾ കാരണം കൊണ്ട് തറാവീഹിന് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഭക്ഷണത്തിന്റെ പ്രശ്നമായിരിക്കും. നല്ലോണം ഒരു സമ്പ്രദായം കൊണ്ടുവരാം. 4 രാത്രി നമസ്കാരം കഴിഞ്ഞ് ഖിയാമുൽ ലൈൽ കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ പിന്നെ ചുറ്റും കൂട്ടി നടന്ന് വർത്താനം പറഞ്ഞ് ഗ്യാങ് അടിച്ച് നടക്കുക, കറങ്ങി നടക്കുക. പിന്നെ അന്ന് ടൂറ് രാത്രിയാണ്. സിസ്റ്റം ഒഴിവാക്കണം. പരമാവധി അത്തരം സംഭവങ്ങൾ ഒഴിവാക്കി രാത്രികളെ നന്മയിലേക്ക് ഹയാത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. 5 അവസാനത്തെ 10 ഷോപ്പിങ്ങിന് വേണ്ടി ഇപ്പൊ തന്നെ ഇറങ്ങി കാത്തിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ നേരത്തെ അതിൻ്റെ ഷെഡ്യൂൾ ചെയ്തില്ലെങ്കിൽ അതുവരെയുള്ള മുഴുവൻ സകലതും പൊളിക്കപ്പെടും. നമ്മുടെ പുണ്യങ്ങളുടെ അവസാന മൊമെന്റുകളാണ് എന്നുള്ളതും ഓടി ഓടി ട്രാക്കിൽ വിജയം കണ്ടെത്തേണ്ടുന്ന ഫിനിഷിംഗ് പോയിന്റിൽ കാല് തെന്നി വീഴുന്നവനെ പോലെ നമ്മുടെ റമദാൻ അവസാനം നഷ്ടമാകുന്ന അവസ്ഥ വരാതിരിക്കാൻ നേരത്തെ ഒന്ന് വേടിച്ചൊരുങ്ങി സന്നദ്ധരാവലായിരിക്കും അഫ്ളൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ സകല പുണ്യങ്ങളും ഖൈറും ബറകാത്തുകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ദീനിയായ അന്തരീക്ഷത്തിൽ ജീവിച്ചു മരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ പല ദിനങ്ങൾ ആചരിക്കാറുണ്ട്. മാതൃദിനം, വനിതാ ദിനം, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് പല പേര്. അതിനെയൊന്നും നമ്മൾ എതിർക്കാറില്ല. അതൊരു ബോധവൽക്കരണം എന്ന വിധേന. പക്ഷെ ഫെബ്രുവരി 14 എന്ന് പറയുന്ന തൊട്ടടുത്ത ദിവസം നമ്മൾ എതിർക്കേണ്ട ഒരു ദിനമാണ്. കാമുകന്മാരുടെ കാമുകിമാരുടെ ദിനമായ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നൊരു മാമൂല് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഇടയിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സദസ്സിലിരിക്കുന്ന പലരുടെയും മനസ്സിൽ ഒരു വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കാൻ. കച്ചവടക്കാരൊക്കെ അത് ഇപ്പം അങ്ങനെയാണല്ലോ, എന്താണ് കിട്ടണമെങ്കിൽ കിട്ടണ ഗ്യാപ്പ് മുതലാക്കിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടുന്ന പ്രത്യേക കേക്കുകളും അതുപോലെ ലിപ്സ്റ്റിക്കുകളും ഫ്ലവേഴ്സും ഒക്കെ അങ്ങനെ അതിനെ കളറാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരൊക്കെ ഒന്ന് ചിന്തിക്കുക. അത് നമ്മളെ ദിവസമല്ല, വ്യഭിചാരത്തിന്റെ ദിവസമാണത്. അഥവാ തൻ്റെ കാമുകന്റെ കാമുകിയുടെ കൂടെ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തും സൊറ പറഞ്ഞും കാർഡ് കൊടുത്തും ആശംസകൾ നേർന്നും തൻ്റെ പ്രണയം അറിയിക്കുന്ന ദിനത്തെ ഇസ്ലാം ഏറ്റവും ശക്തമായി എതിർത്തത് വലാ തഖറബു സിന, സിനനോട് നിങ്ങൾ അടുക്കരുത്. ഇത് തുടക്കം കുറിക്കാനുള്ള ചാൻസാ. സിന, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ബിൽ ഐനി, കണ്ണോണ്ട് ചില ആൾക്കാർ ചെയ്യും, നോക്കിയിട്ടാ. ഒബിൽ ഉദിനി, ചില ആൾക്കാർ കേട്ടുകൊണ്ടായിരിക്കും അത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ട്. ചില ആളുകൾ കൽബ് കൊണ്ടായിരിക്കും, ചിലർ അത് ലൈംഗികാവയവം കൊണ്ടായിരിക്കും. എല്ലാം ഒന്ന് തന്നെ എന്ന് മാത്രവുമല്ല, ഗൗരവമായി ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിരിക്കുന്ന ഈ സിനയെ കുറിച്ച് പറഞ്ഞ വാക്ക് ഇന്നഹു കാന ഫാഹിഷ, വളരെ മ്ലേച്ഛമായ കാര്യമാണ്. വസാഅ സബീല, ദുഷിച്ച മാർഗവുമാണ് അത്. അതിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്, അതിന് അവസരം ഉണ്ടാക്കരുത്. നമ്മുടെ മക്കൾക്ക് ആ വിഷയത്തിലുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 14 നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് ഹൈസ്കൂൾ, +2, ഡിഗ്രി പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ഗേൾസ് ഗാദറിംഗ് നടക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ആ ദിവസത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ചില ഉണർത്തലുകൾ നമുക്ക് നൽകാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ഹൈസ്കൂൾ, +2, ഡിഗ്രി പ്രായമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് ഇരുത്തണേ എന്നാണ് പറയാനുള്ളത്. ഇല്ലെങ്കിൽ
നമുക്ക് വിവാഹം കഴിക്കാൻ നമ്മുടെ മകളെ കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് കൈകൊടുത്ത് യാത്ര പറഞ്ഞ് ഒരു കല്യാണത്തിന്റെ ഒരു അനുഗ്രഹീതമായ മജ്ലിസ് കിട്ടാതെ പോകാനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക, സന്ദർഭങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ റമദാനുമായി ബന്ധപ്പെട്ട നിരന്തരം അഹ്ലൻ റമദാനുകളും ഉത്ബോധനങ്ങളൊക്കെ കേൾക്കുന്നവരാണ് നമ്മൾ. അതേ സമയത്ത് നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം വരുന്ന ഉറുദു സഹോദരന്മാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ തൊഴിലിന് വരുന്ന ആളുകളുണ്ട്. നല്ലൊരു ശതമാനം അവർ മുസ്ലിങ്ങളാണ്. അവർക്ക് റമദാനിന്റെ മഹത്വം അറിയില്ല. അവർക്ക് തറാവീഹിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞില്ല. അവർക്ക് നോമ്പിന്റെ ഫളായിലുകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയില്ല. അത് മനസ്സിലാക്കി നമ്മുടെ കമ്മിറ്റി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച അഹ്ലൻ റമദാൻ എന്ന പ്രോഗ്രാം അവർക്ക് വേണ്ടി ഉറുദുവിലായിക്കൊണ്ട് വൈകുന്നേരം മഗ്രിബിന് ശേഷം ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ക്ലാസ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിചയമുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരതിലേക്ക് നന്മയിലേക്ക് ഒരു മണിക്കൂർ പറഞ്ഞയക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ ഒരാഴ്ച ഖുതുബക്ക് വേണ്ടി എനിക്ക് വരാൻ കഴിയാതെ വന്നപ്പോൾ പകരമായി വന്നിരുന്ന ഒരു ഖതീബ് സയ്യിദ് ത്വാഹ അൽ ഹിക്കമി സഹോദരൻ ബ്രെയിനിന് ഇൻഫെക്ഷൻ ബാധിച്ച് ICUവിലാണ്. ഇന്ന് രാവിലെ ഉള്ള അറിയിപ്പ് അറിയുന്നത്. എല്ലാവരും നമ്മുടെ ആ സഹോദരന് വേണ്ടി, നമ്മുടെ ഒരു ദാഇയായ പ്രബോധകനായ ഒരു അധ്യാപകനായ ഹാഫിളായ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളും എത്രയും വേഗത്തിൽ ഈ വെള്ളിയാഴ്ചയുടെ നിറഞ്ഞു നിൽക്കുന്ന ഈ മജ്ലിസുകളുടെ ഒരുപാട് ഖുതുബകളുടെ മെമ്പറുകളുടെ പ്രാർത്ഥനകളുടെ ഫലമായി അല്ലാഹുവേ, നീ ആ സഹോദരൻ എത്രയും വേഗത്തിൽ പൂർണ്ണമായ ശിഫാ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഒരുപാട് രോഗികൾ, ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് കിടപ്പിലായവർ റമദാനും നോമ്പൊക്കെ വരുമ്പോൾ മനസ്സിൽ വല്ലാത്ത വ്യാധിയോടെ നോമ്പെടുക്കാൻ കഴിയുന്നില്ലല്ലോ, പള്ളി പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന ഒട്ടനേകം സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. രോഗങ്ങൾക്കെല്ലാം പൂർണ്ണമായ ഭേദം നീ നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ അല്ലാഹുവേ. ഞങ്ങൾ താമസിക്കുന്ന വീടുകളിൽ ഞങ്ങൾക്ക് സന്തോഷവും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ പ്രവാസികളായ സഹോദരങ്ങൾ അവർക്ക് എല്ലാവിധ ഖൈറും നന്മയും ബറക്കത്തുകൾ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിയായ ജീവിതത്തിൽ നല്ല ചിട്ടയും ക്രമവും വരുത്താൻ ഈ ഒരു റമദാൻ ഞങ്ങൾക്ക് വലിയ മാറ്റങ്ങളുള്ള ഒരു റമദാനാക്കി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അത് മുഴുവനായി സ്വീകരിക്കാൻ, അതിൻ്റെ പൂർണ്ണമായ സമയവും ചിട്ടയോടെ പാലിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണമേ അല്ലാഹു. ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, വരുമാനങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.